പൊന്നാനിയിലെ പുരാതന പാണ്ഡികശാല സംരക്ഷണത്തിന് പദ്ധതി ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി ആർക്കിയോളജി ജില്ലാ ഓഫീസർ ജീവ പദ്ധതി പ്രദേശം സന്ദർശിച്ചു. പാണ്ഡികശാലയിലെ മരങ്ങൾ സ്വകാര്യ വ്യക്തി വെട്ടിമാറ്റിയതോടെയാണ് പാണ്ഡികശാലയുടെ സംരക്ഷണത്തിനായി മുറവിളി ഉയർന്നത്. ഏകദേശം 600 വർഷത്തോളം പഴക്കം കണക്കാക്കുന്ന പാണ്ഡികശാലയിലെ ചരിത്ര അവശേഷിപ്പെന്ന നിലയിൽ നിലനിർത്തുന്നതിനുള്ള പദ്ധതിക്കാണ് ഇതോടെ തുടക്കം കുറിച്ചത്. ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ചും കാലപ്പഴക്കത്തെക്കുറിച്ചും പഠിക്കാനായി ഉന്നതതല സംഘം ഇവിടെ തുടർ പരിശോധന നടത്തും. പ്രാധാന്യം മനസ്സിലാക്കി പുരാവസ്തു വകുപ്പിന് തന്നെ പ്രദേശം ഏറ്റെടുക്കാൻ സാധിക്കും. പഴയകാല പാണ്ഡികശാലയുടെ വീണ്ടെടുപ്പിനുള്ള ശ്രമങ്ങൾ നടത്തി സെൽഫി പോയിന്റായി മാറ്റിയ ഇടത്തെ ആൽമരമാണ് സ്വകാര്യ വ്യക്തി വെട്ടിമാറ്റിയത്. ചരക്കു കപ്പലുകൾ അടുത്തിരുന്ന പൊന്നാനി തുറമുഖത്ത് സാധന സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന പാണ്ഡികശാല ശുചീകരിച്ച് സെൽഫി പോയിന്റ് എന്ന ആശയം ഇവിടെ നടപ്പാക്കിയിരുന്നു. നാശത്തിന്റെ വക്കിലെത്തിയ പാണ്ഡികശാലയിൽ മാലിന്യ ശുചീകരണ തൊഴിലാളികൾ ഉപയോഗിച്ച് വൃത്തിയാക്കുകയും ചെയ്തിരുന്നു. പാണ്ഡികശാലയിൽ ആഴ്ന്നിറങ്ങിയ വേരുകൾ ഉൾപ്പെടെ സംരക്ഷിച്ച് പുരാതന മാതൃകയിൽ നിലനിർത്തി ഫോട്ടോ സ്പോട്ടാക്കിയാണ് മാറ്റിയത്. നിരവധി പേരാണ് പാണ്ഡികശാലയ്ക്ക് മുന്നിൽ ഫോട്ടോഷൂട്ട് ഉൾപ്പെടെ നടത്തുന്നത്. എന്നാൽ പാണ്ഡികശാലയിലെ തണൽമരം മുറിച്ചു മാറ്റി തുടർന്നിട്ടും ഇത് നിർത്തിവെക്കാനുള്ള നടപടി നഗരസഭ കൈക്കൊണ്ടില്ലെന്നാണ് ആക്ഷേപം. ആർക്കിയോളജിക്കൽ പ്രാധാന്യമുള്ള സ്ഥലം കൂടിയായ പാണ്ഡികശാല സംരക്ഷിക്കപ്പെടണമെന്ന ആവശ്യമായി പരിസ്ഥിതി പ്രവർത്തകരും രംഗത്തെത്തി. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.